എന്നോട് പറഞ്ഞു അധികം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട, എപ്പോൾ വേണേലും ഓടി വരാം. ഇതുണ്ടോ ഇവിടെയൊക്കെ ഇത് മൊത്തം ആനയുടെ ചവിട്ടുപാടുകളാണ്. ആന ഇവിടെ സ്ഥിരം നിൽക്കുന്ന കേട്ടോ. അതൊക്കെ ആന കൊമ്പ് കൊണ്ട് കുത്തിയേക്കുന്നതാണ്. വേണ്ട എന്നാൽ മോഴയാന ഈ വീടിൻ്റെ പുറകിലാണ് നിന്നിരുന്നത്. ആ ചേട്ടനും ചേച്ചിയും കണ്ടില്ല. കൃത്യം മുമ്പിലെത്തിയപ്പോഴാണ് വളരെ ക്രൂരമായിട്ടാണ് അന്ന് കൊലപ്പെടുത്തി. ഇവിടെയല്ലേ 15 മെഷീൻ ഉണ്ടായിട്ടും ആന ഇറങ്ങിയിട്ടുണ്ട്. 15 മെഷീൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടും ആന ഇറങ്ങിയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചാലോ? പടക്കം പൊട്ടിച്ച് പോർച്ചുഗൽ വരുമ്പോൾ മാത്രമേ ആന പോകുള്ളൂ. പടക്കം പൊട്ടിച്ചാൽ നിങ്ങൾ പൊട്ടിച്ചിട്ട് കാര്യമില്ല. പടക്കം പോലും ആനയ്ക്ക് പേടിയില്ല. ഇവർ പടക്കം പൊട്ടിച്ചിട്ടും കാര്യമില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ചാൽ മാത്രമേ ആന പോകുന്നുള്ളൂ. കാരണം ആനയ്ക്ക് വേറെ ആരെയും പേടിയില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആറളം ഫാം ബ്ലോക്ക് 13-ലാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. കഴിഞ്ഞ വർഷം വെള്ളി ലീല എന്ന് പറയുന്ന 2 പേരെ ഭാര്യ ഭർത്താക്കന്മാരെ കാട്ടാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു പ്രദേശം കൂടിയാണിത്. ഞാൻ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു പ്രദേശത്താണ് ആളുകളൊക്കെ താമസിക്കുന്ന പ്രദേശമുള്ളത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള പ്രദേശത്തൊക്കെ വീടുകളുണ്ട്, പക്ഷേ ആളുകളൊക്കെ ഒഴിവായിപ്പോയി കാലിയായിട്ട് കിടക്കുന്ന പ്രദേശമാണ്. മാത്രമല്ല ഇവിടെയൊക്കെ ആളുകൾ ഒഴിവായിപ്പോയി. ഇതാണോ അവിടെയൊക്കെ ഒരു വീട് നിങ്ങൾക്ക് കാണാം. ആളുകൾ ഒഴിവായിപ്പോയി. ഇവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ആനകൾ സ്ഥിരമായിട്ട് ഇവിടെ തമ്പടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാട് തെളിക്കുന്നൊരു പ്രവൃത്തി നടക്കുകയാണ് ഇപ്പോൾ. കാരണം ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ആനകൾ ഇവിടെ ഇങ്ങനെ തമ്പടിക്കുന്നതുകൊണ്ടാണ്. ഈ കാട് തെളിച്ചാൽ തന്നെ കുറേ വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ട് തന്നെ കാടുകൾ തെളിക്കുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ DRDM നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആ പ്രദേശം ഒന്ന് കാണുക, അവരോടൊന്ന് ഇവിടെ പണിയെടുക്കുന്നവരോടൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം കേട്ടോ. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. വളരെ റിസ്ക്കി ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഏറ്റവും അവസാനം ഇവിടെ വന്ന ഒരു മഴക്കാലത്തായിരുന്നു. ആ സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു. ഈ പ്രദേശവും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ആ കാണുന്ന വീടാണ് ഏറ്റവും ലാസ്റ്റ് ഒരു ആൾ താമസിക്കുന്ന വീടുള്ളത്. അതിനിങ്ങോട്ട് ആരും താമസമില്ല കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഒത്തിരി വീടുകൾ അവിടെയും ഇവിടെയും അങ്ങനെ പല സ്ഥലത്ത് ഈ ഭാഗത്ത് ഇങ്ങോട്ട് ഈ വഴിക്ക് ഇങ്ങനെ ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും ആളുകൾ ഇപ്പോൾ താമസമില്ല. നമുക്കിവിടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണാം. ഇവിടെയൊക്കെ ഇപ്പോൾ ഒന്ന് തെളിഞ്ഞു കേട്ടോ. ഇവിടെയൊക്കെ കാട് തെളിക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് ആനകൾ സ്ഥിരം തമ്പടിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഭാഗത്തോടെ കയറി വന്ന ആനയായിരുന്നു അന്ന് അവരെ കൊലപ്പെടുത്തിയത് കേട്ടോ. ഏതായാലും നമ്മൾ ആ ഒരു സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാം. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? അവിടെ അങ്ങോട്ട് പോകാൻ പറ്റും, പക്ഷേ ഇപ്പോൾ അതിലിറക്കം റിസ്ക്കാ ആണോ? അപ്പോൾ അത് നമ്മൾ ആ സ്ഥലം അവിടെ വരെ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇതാണ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സ്ഥിതി ഇങ്ങനെയായിരുന്നു ഈ പ്രദേശമൊക്കെ കിടന്നത്. പക്ഷേ ഇപ്പോൾ തെളിക്കുന്ന ഒരു പരിപാടി ഇതാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കി കാണാം. അവിടെയൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പ്രദേശം ഒന്ന് ക്ലിയർ ആകും കേട്ടോ. ആനകളുടെ പ്രശ്നം വളരെ രൂക്ഷമാണ് ഈ പ്രദേശത്തൊക്കെ. കാട്ടാന അതിരൂക്ഷമായിട്ട് തമ്പടിച്ച് നിൽക്കുന്ന ഒരു പ്രദേശം കൂടെയാണിത്. നമ്മൾ കൃത്യം 1 വർഷം മുന്നെയാണ് ഇങ്ങോട്ട് വന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2025 ഫെബ്രുവരിയിലാണ് നമ്മൾ ഈ പ്രദേശത്ത് വന്നത്. ഇവിടെ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട് വെള്ളി ലീല എന്ന് പറയുന്ന 2 പേരെ കാട്ടാന കൊലപ്പെടുത്തിയത് ഈ കാണുന്ന വീടിനപ്പുറത്തുള്ള പ്രദേശത്ത് വെച്ചിട്ടാണ്. നമ്മൾ നടക്കുമ്പോൾ ചുറ്റുമൊക്കെ നോക്കിയാട്ടോ നടക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. ഇപ്പോൾ വെള്ളം കുടിക്കാൻ ആന വരുന്ന സമയമായിരിക്കും അല്ലേ? ഇവിടെ വരെ പോകുന്നതിന് കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ടൈമാണ്. ഓ ആന വെള്ളം കുടിക്കാൻ വരുന്ന സമയമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടോ ഇവിടെ ഈ വീടുകളൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെയൊക്കെ ആളുകൾ പണ്ട് താമസം ഉണ്ടായിരുന്നല്ലേ? സ്ഥലം കൊടുത്തേ ഉള്ളൂ, താമസം. ഇങ്ങനെ ആയതുകൊണ്ട് ആരും വന്നില്ലല്ലേ? അതാണ് നമുക്ക് വീട് പേരൊക്കെയാണ് കൊടുത്ത ആൾ. ചന്ദ്രി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ഈ വീട് കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെയൊന്നും താമസമില്ല. അന്ന് നമ്മൾ കണ്ടതാണ് ആ ചേട്ടനെയും കൊലപ്പെടുത്തി ആന കയറി വന്നത് ഈ ഒരു വഴിക്കായിരുന്നു. ഇതിലിങ്ങനെ കയറി വന്ന് ആണ് ആ ഭാഗത്ത് വെച്ചിട്ടാണ് സംഭവം നടന്നത് കേട്ടോ. ഇത് അനങ്ങാൻ നിൽക്കൂലേ? എന്നാ മോഴ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു അവർ പറഞ്ഞത്. അല്ലേ? എന്നാ മോഴയാന ഈ വീടിൻ്റെ പുറകിലാണ് നിന്നിരുന്നത്. ആ ചേട്ടനും ചേച്ചിയും കണ്ടില്ല. കൃത്യം മുമ്പിലെത്തിയപ്പോഴാണ് ആനയുടെ മുമ്പിൽ പെട്ടതും അവരെ എടുത്ത് വളരെ ക്രൂരമായിട്ടാണ് അന്ന് കൊലപ്പെടുത്തി. ഇവിടെയല്ലേ? ഈ ഭാഗത്തുനിന്ന് കേട്ടോ. ഈ മരത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു ഒരാളുടെ ബോഡി. ഇവിടെ അല്ലേ? ഇവിടെയൊക്കെ ആയിട്ടാണ് അവർ അന്ന് കിടന്നത്. നമുക്കിതിൻ്റെ മുന്നോട്ടും ഉണ്ടോ
അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കെട്ടിടങ്ങളുണ്ട്. പക്ഷേ ആരും താമസമില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ ഒരു വനത്തിന് തുല്യമായി ഈ പ്രദേശമൊക്കെ. ഇനിയിപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് ആളുകൾ? ഇതിൽ കിടക്കാൻ പറ്റുമോ? പ്രശ്നമുണ്ടോ? ഇല്ല, അത് അവിടെ കളിക്കുന്നതുകൊണ്ട് ഒന്നും കാണില്ലായിരിക്കും അല്ലേ? ഭയങ്കര റിസ്കി ആയിട്ടുള്ള സ്ഥലം കേട്ടോ. അവിടെ എന്താ പുഴയാണോ അതെയോ കുളമാണോ? എന്താ ഉള്ളത് വെള്ളം? അവിടെ കുളമായിട്ടൊന്നുമില്ല. ഈ മഴക്കാലത്ത് ഇങ്ങനെ ഉറവില്ലേ, അങ്ങനെ വെള്ളം വന്ന് ഒരു കിണർ വെള്ളം കെട്ടുണ്ട്. പാനയ്ക്ക് സൗകര്യമാണ്. ഇത് പോകുന്നതിന് കുഴപ്പമില്ലല്ലേ? ഇതൊക്കെ തെളിച്ചായിരിക്കുമല്ലോ ഇപ്പോൾ? ഇവിടെയൊക്കെ തെളിച്ചാട്ടോ. സാധനമൊക്കെ കംപ്ലീറ്റ് തെളിച്ചാണ്. അല്ലേ? അപ്പോൾ പല സൈഡ് നോക്കണം, ചുറ്റുപാട് നോക്കണം, അതുപോലെ തന്നെ നിരത്ത് പാമ്പുണ്ടോ എന്ന് നോക്കണം. പല ഏരിയ നോക്കിയാലേ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇതൊക്കെ വീട് കിടക്കുന്ന നോക്കുകയാണ്. അവിടെ ആളുകൾ കാട് തെളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഓടക്കാട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ആനകൾ തമ്പടിച്ച് നിൽക്കാനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ അതൊക്കെ വെട്ടി ക്ലിയർ ആക്കുക കേട്ടോ. ഇപ്പോൾ അവിടെ നമുക്കതിൽ പോകുന്നതിന് പകരം ഇതിലെ ഷോർട്ട് കട്ട് അടിക്കുന്നതാണ്. ഇതൊക്കെ ഇവർ വെട്ടിക്കളഞ്ഞ കേട്ടോ. ബ്ലോക്ക് 13-ൻ്റെ പ്രൊമോട്ടറല്ലേ? അല്ല, 10-ൻ്റെ അല്ലേ? വല്ലാത്ത വഴിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തെളിച്ചിട്ടേക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിലെ വന്നു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലല്ലോ. അതെ അതെ. മൊത്തം അവർ തീയൊക്കെ ഇട്ട് തെളിച്ച് വെച്ചേക്കോട്ടോ. 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആന വെള്ളം കുടിക്കാൻ വരുന്ന സമയമെന്ന് പറഞ്ഞേ. ഇവിടെ എത്തിയപ്പോൾ കൃത്യം 3 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് നടന്നു പോക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ കണ്ടോ മൊത്തം കത്തിച്ച് വെച്ചേക്കുന്നുണ്ട്. ക്ലിയറായി. അല്ലെങ്കിൽ ഇതിലൊന്നും നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥലമായിരുന്നു കേട്ടോ. കണ്ടോ മൊത്തം തെളിച്ചു ക്ലിയർ ചെയ്തു. ഇതൊന്നും ഫോറസ്റ്റാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതാ ഇവിടെയൊക്കെ കണ്ടോ ഒരു കെട്ടിടം കണ്ടോ, ഇവിടെയൊക്കെ ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടിയൊക്കെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന പോലെ എന്താ പറയുക, ആനയുടെ ശല്യം കാരണം വന്നവരൊക്കെ ഇട്ടിട്ട് പോയി. പിന്നെ വരാൻ കൊടുത്ത ആൾക്കാർ പലരും ഇവിടെ വന്നില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സംഭവം. ഇതായിരിക്കും ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം. ഇവിടെയൊക്കെ സകല ജീവികളുടെയും കാൽപ്പാടുകളും ഉണ്ട് കേട്ടോ. ഓക്കെ, മൊത്തം ക്ലിയർ ആക്കിയതുകൊണ്ട് പിന്നെ കുറേ ആശ്വാസമുണ്ട് പ്രദേശം കാണുമ്പോൾ. ഇതുണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഈ ഇത് കൂട്ട് ഓടക്കാടുകളാണ്. ഇതൊക്കെ ഓടകളായിരുന്നു.
അതൊക്കെ ഇട്ട് വെട്ടിക്കളഞ്ഞ് ഇതൊക്കെ ഇനി കത്തിക്കും. അതിങ്ങനെ നിന്നുകൊണ്ടാണ് ഈ പ്രദേശമൊക്കെ ആനകൾക്ക് തമ്പടിച്ച് നിൽക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അന്ന് വെള്ളിലീല എന്ന് പറയുന്ന 2 പേരെ അവരെ കൊലപ്പെടുത്തിയ മോഴയാനയൊക്കെ സ്റ്റേ ചെയ്ത് ഈ പ്രദേശത്തായിരുന്നു. ഇവിടുന്ന് ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് ആ ഭാഗത്തേക്ക്, അതായത് നമ്മളൊക്കെ നിന്ന് ആ പ്രദേശത്തേക്ക് കയറിപ്പോയ ആനയാണ്. ആ വീടിൻ്റെ പുറവശത്ത് നിൽക്കുകയായിരുന്നു. ഇവർ വന്നപ്പോൾ കൃത്യമായിട്ട് അവർ നേരെ ചെന്ന് ചാടി അവരെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ 1 വർഷം മുന്നത്തെ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അന്നിവിടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, വലിയ തോതിലുള്ള സംഘർഷമായിരുന്നു. ഏതായാലും അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ കാട് തെളിക്കാനൊക്കെ ആയിട്ട് തീരുമാനമായപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രദേശമൊക്കെ ഇങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിനിഞ്ഞാന്ന് ഇതിലെ ആന കയറിപ്പോയത്. എവിടുന്ന ഏത് പറഞ്ഞു വന്നേ? അതിലെ നേരെ വന്നിട്ടാ? ഓ, ആ സമയത്ത് വന്ന് അവരെ ഓടിച്ചാ? കണ്ടുകൊണ്ട് മാറിപ്പോയില്ലേ? വേണ്ട, ഇതൊക്കെ കത്തിച്ച് കേട്ടോ. കഴിഞ്ഞ ദിവസത്തിലെ ആന കയറിപ്പോയെന്ന് പറയും ഇങ്ങോട്ട്. ഇതൊക്കെ തെളിക്കും ഇനി? അല്ല, ഇവിടെയൊക്കെ തെളിക്കും ഇതൊക്കെ അല്ലേ? ഇതായിരിക്കില്ലേ വെള്ളം, ഈ വെള്ളം കുടിക്കാനായിരിക്കും വരുന്നത് അല്ലേ? ഓഹോ ഹോ. ഇപ്പോൾ ആൾക്കാർ വെട്ടുന്ന എവിടെയാ? അവിടെയാ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഉണ്ടോ? ഇപ്പം മുളങ്ക ഇല്ലിക്കൂട്ടങ്ങളല്ല, ഇല്ലല്ല മുളയല്ല ഇത്. മുളയല്ല, ഇന്നെ പറയുന്നത് ഓടക്കൂട്ടമായിരുന്നു. കേട്ടോ, മൊത്തം വെട്ടി കളഞ്ഞ് കത്തിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം ഇത്ര ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ആന ചവിട്ടി ഇറങ്ങി നടന്ന് കയറി പോകുന്ന വഴികളാണ് കേട്ടോ. മൊത്തം മണ്ണ് ഇതായി കിടക്കുന്നത് കാണാം. ആന ഇപ്പം ഈ സ്പോട്ടിൽ നമ്മുടെ മുമ്പിൽ വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഫോറസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇപ്പം മാനിൻ്റെ കാട്ടങ്ങളാട്ടോ. മാനുകളുണ്ട്, മ്ലാവുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ആനപ്പിണ്ടോ ഇഷ്ടം പോലെ. എനിക്ക് ഇതിലൊക്കെ കാണാം കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്തോട്ട് എന്താ ഇതിൻ്റെ ഫോറസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? കത്തൊളിച്ചത് കേട്ടോ. അവിടെ ഫോറസ്റ്റുകാരുണ്ടോ? പണിക്കാർ മാത്രം. കുളമുള്ളത് അല്ലേ? ഇവിടെയാണ് ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള കുളമുള്ളത് കേട്ടോ. താന്ന പ്രദേശമാണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ നീരുറവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പുറത്ത് ഫെൻസിങ് ഉണ്ട് ശരിക്കും ഇല്ല, അതായത് ഓപ്പണാണ് അല്ലേ? അവിടെ നിന്ന് ആനയ്ക്ക് ഇങ്ങോട്ട് വരാം അല്ലേ? കാട് തെളിച്ച് ഇപ്പോൾ പണി കഴിഞ്ഞോ? എത്ര മണി വരിക? 5 മണി വരിക. 3 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ആന വരും കേട്ടോ. 5 മണി വരെ ഇവർക്ക് പണിയുണ്ട്. അല്ല, എല്ലാവരും കാട് കളിക്കലാണ്. ഇതൊന്നും ഫോറസ്റ്റ് അല്ല കേട്ടോ, TRDMൻ്റെ സ്ഥലങ്ങൾ തന്നെയാണ്. അതാണ് ഒരു കാട് കളിക്കുന്നത്. ആന ഉണ്ടായിരുന്നെന്ന് അല്ലേ? ഇന്നലെയോ? അല്ലേ? ഓ, ഇവിടെ അല്ലേ? ഇവിടെയാണ് പ്രധാനമായിട്ട് നിൽക്കുന്നതല്ലേ? ഈ ഓട ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ? ഓടച്ചാലല്ലേ? ഓഹോ, നിങ്ങൾ ഓടിച്ചാ? നീയാന്നാ? ഇത് ഏത് ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുന്നത്? ഇവിടെ നിന്നാണോ? ഇവിടെ നിന്നല്ലല്ലോ, മേലെന്ന് വരുന്നേ. ഇത് ഒന്നിൽ കൂടുതലുണ്ടാവും അല്ലേ? രാവിലെ പുറത്ത് വന്നിട്ട് നോക്കിയൊക്കെ ഒന്നില്ലാന്ന് പറഞ്ഞു. രാവിലെ ഫോറസ്റ്റുകാർ വന്ന് നോക്കിയായിരുന്നല്ലേ? അതുകൊണ്ട് നമ്മൾ പണിയെടുക്കണ്ട. അതെ അതെ അതെ, രാവിലെ ഫോറസ്റ്റുകാർ വന്ന് നോക്കി ക്ലിയർ ചെയ്തതിന് ശേഷമായിട്ട് ഇവരിറങ്ങും.
ഇതൊക്കെ ആന വരാൻ സാധ്യതയുള്ള അങ്ങോട്ട് പോകുന്നില്ല. അതിൻ്റെ മുന്നോട്ട് ഈ ഭാഗത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അവിടെ ആന പറയാൻ പറ്റിയല്ലേ? ആണല്ലേ? എന്നാലും ഏത് നിമിഷം വരാം. നിങ്ങൾ ഇന്നലെയൊക്കെ വന്നപ്പോൾ നിങ്ങളെ നേരെ വന്നായിരുന്നോ? അല്ലേ? ഓ എല്ലായിടത്തും കാട് കളിക്കോട്ടോ. ഇവിടെ കാണാം, ഇതുണ്ടോ? ഇതൊക്കെ ആന ചവിട്ടി നിൽക്കുന്ന സ്ഥലം കേട്ടോ. ഇതിൻ്റെ അപ്പുറമൊക്കെ എവിടെ വേണേലും ആന ഉണ്ടാവും തന്നെ അവർ പറഞ്ഞു. അവർ പ്രതീക്ഷ തന്നെ നിൽക്കുന്നത്. എന്നോട് പറഞ്ഞു അധികം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട, എപ്പോൾ വേണേലും ഓടി വരാം. ഇതുണ്ടോ? ഇവിടെ ഇത് മൊത്തം ആനയുടെ ചവിട്ടുപാടുകളാണ്. ആന ഇവിടെ സ്ഥിരം നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ ആന കൊമ്പ് കൊണ്ട് കുത്തിയേക്കുന്നതാണ്. വേണ്ട അവരവിടെ പണിയാണ്. നമുക്ക് ഇച്ചിരി മാറി നിൽക്കാം കേട്ടോ. ഈ ഭാഗത്ത് നിന്നൊക്കെ ആന എപ്പോൾ വേണമെങ്കിലും വരാം. അതിൻ്റെ അപ്പുറം നിന്ന് വരാം. എപ്പോൾ വേണമെങ്കിലും ആന വരാം കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഏതായാലും ഇവിടുന്ന് ഇച്ചിരി മാറി നിൽക്കാം. ആ സാധനം പ്രവർത്തിക്കുമ്പോൾ അത് കണ്ണിലേക്ക് തെറിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വാക്കസ്യം ഉപയോഗിച്ചുള്ള വെട്ടലാണ് നടക്കുന്നത്. അവിടെ മെഷീൻ ഉപയോഗിച്ചുള്ള വെട്ടലാണ് നടക്കുന്നത്. ഒക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ക്ലിയർ ചെയ്യാണ് കംപ്ലീറ്റ്. അതായത് ഇത് ബ്ലോക്ക് 13 അതായത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഫോറസ്റ്റാണ് അങ്ങോട്ടൊക്കെ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഫോറസ്റ്റാണ്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ആളുകൾ താമസിക്കാൻ വരുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആന ഈ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന ഒരു രീതിയായിരുന്നു. പിന്നീട് ആനയുടെ ശല്യം കൂടി ആളുകളൊക്കെ ഇവിടുന്ന് പോയി ഒഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രദേശമൊക്കെ ഇതുപോലത്തെ ഓടക്കാടായി മാറി. ഇത് ഓടച്ചാലിനാണ് ഈ സ്ഥലത്തിന് വിളിക്കുന്നത്, ഓടച്ചാൽ. അപ്പോൾ ഈ ഓടച്ചാലുകളായി മാറി ഇവിടെ മുഴുവനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹൈറ്റിൽ, ആ നിൽക്കുന്ന ഹൈറ്റിൽ ആ കാണുന്ന കാട് കണ്ടോ, അതേപോലെ ഈ പ്രദേശം കംപ്ലീറ്റ് നിന്നിരുന്നായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഒരു വെട്ടി തെളിച്ചു കേട്ടോ. അതായത് അപ്പോൾ അങ്ങനെ കാട്ടിൽ നിന്ന് വന്ന് തിരിച്ച് പോയിക്കൊണ്ടിരുന്ന ആനകളൊക്കെ പതുക്കെ ആളുകളൊന്നും ഇല്ലാതായി കഴിഞ്ഞപ്പോഴും പിന്നെ ഇതുപോലെയുള്ള കാടുകളൊക്കെ വളർന്ന് എല്ലാം കൊണ്ടും അവർക്ക് സൗകര്യവും വെള്ളവും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആനകൾ എന്ത് ചെയ്തു, ഈ പ്രദേശം വിട്ട് പോകാതെ ഈ ആനകൾ ഇവിടെ തന്നെ തമ്പടിക്കുകയാണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആനയുടെ കാൽപ്പാട് ചവിട്ടി കുഴിഞ്ഞ മണ്ണ് മാത്രമേ കാണാനുള്ളൂ. അതായത് ഒരു പാടം ഇത്രയും പ്രദേശം കംപ്ലീറ്റ് നിരവധി ആനകളുണ്ടാവും എന്ന് പറഞ്ഞാൽ, അതായത് ഇഷ്ടം പോലെ വലിയ കൂട്ടം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത എത്രയും ആനകളുണ്ടാവും ഇവിടെ.
അതിന് അത്രയും ആനകളൊക്കെ ഇവിടെ എല്ലാ ദിവസവും സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പകൽ സമയത്ത് മൊത്തം ഇവിടെ നിൽക്കും. രാത്രി ആയി കഴിയുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ജനവാസ മേഖലയിലേക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് ആറളം ഫാമിൻ്റെ പ്രദേശത്തേക്കൊക്കെ പോയി തെങ്ങ് മറിക്കുകയും മറ്റ് കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുകയും തിന്നുകയൊക്കെ ചെയ്ത് തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യും. അതായത് കാട്ടിലേക്ക് ആന പോകുന്നേ ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. ഏതായാലും അതുകൊണ്ടാണ് ഈ അടുത്ത് അനീഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ മരിക്കുകയും ചെയ്തു. അത് ബ്ലോക്ക് 10 എങ്കിൽ പോലും പക്ഷേ എല്ലാം ഇവിടെ നിന്നൊക്കെ പോകുന്ന ആനകളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ. ഏതായാലും അതുകൊണ്ടിപ്പോൾ കാടുകളും കാര്യങ്ങളൊക്കെ തെളിക്കലും പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശമൊക്കെ തെളിഞ്ഞാൽ തന്നെ ഇതിനൊക്കെ കുറേ വ്യത്യാസം വരുമെന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അതായത് ഈ ഓടക്കാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് ഇതുപോലെയുള്ള ഓടക്കാടുകൾ, ഇതുപോലെ നല്ല നല്ല ഓടക്കാടുകൾ ഈ കാട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഈ മൃഗങ്ങൾക്കൊക്കെ സൗകര്യമാവും. അവർക്കൊക്കെ നല്ല വെള്ളവും നല്ല ഭക്ഷണവും അവർക്ക് തണലും ഒക്കെ കിട്ടും. ഇങ്ങനെയുള്ള സാധനങ്ങൾ കാട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം, കാട്ടിൽ ഇത്തരം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് വന്ന് നാട്ടിൽ നല്ല സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണമാണ് ഇതാനും. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ കാട്ടിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇത്തരം വന്യജീവികളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കുറയും എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ സംസാരിച്ചത് കേട്ടോ. ഇതുപോലെയുള്ള ഓടക്കാടുകൾ കാട്ടിലേക്കും പിടിപ്പിക്കണം, നാട്ടിൽ അതിനുള്ള സൗകര്യം ഒഴിവാക്കണം. അപ്പോൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സംഭവം കുറയും എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു വാദം. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ മിനിയാന്നങ്ങാണ്ട് ഈ പണിക്കാരെ, അതായത് ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന പണിക്കാരെ ഈ ഒരു കാട്ടിൽ നിന്ന് വന്ന് ആ ഒരു ഓടച്ചാലിൽ നിന്ന് വന്ന് ആന ഓടിച്ചു എന്ന് പറഞ്ഞാൽ, ഓടിച്ചിട്ട് ആന നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് കയറിപ്പോയെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലമൊന്നും ഒട്ടും സേഫല്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എപ്പോഴും ഇങ്ങനെ ചുറ്റും തിരിഞ്ഞ് നോക്കി തന്നെയാണ് നിൽക്കുന്നത്. ആളുകളൊക്കെ അവിടെ പണിയെടുക്കുകയാണ്. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ വിളിച്ചാൽ പോലും കേൾക്കില്ല കേട്ടോ. ഒന്നാമത് അവർ മെഷീൻ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും നമ്മളിപ്പം ഇച്ചിരി മാറി നിന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയണമെന്ന് പോലും ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം നമ്മുടെ സുരക്ഷ നോക്കിക്കൊണ്ട് ഉള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടോ കാൽപ്പാട് കണ്ടോ, ഇതൊക്കെ മ്ലാവ്, അതായത് മലാൻ എന്നൊക്കെ വിളിക്കുന്ന മ്ലാവും മറ്റ് വലിയ മാനുകളും ഒക്കെ ഇതിനെ സ്ഥിരം വിഹരിക്കുന്നുണ്ട് കേട്ടോ. ആനയാണ് മെയിനായിട്ട്, ആനയുടെ ഒരു ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ അതേതായാലും ഇപ്പോൾ കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആന കാട്ടിലേക്ക് പോവുകയോ ഇനിയിപ്പോൾ നാട്ടിൽ കൂടുതൽ ജനവാസ മേഖലയിലേക്ക് വന്ന് തമ്പടിക്കുമോ എന്നുള്ളതൊക്കെ ഇനി നമ്മൾ കണ്ടിരുന്ന് അല്ലെങ്കിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിലൂടെയൊക്കെ ഈ വെട്ടിക്കളയുന്ന സാധനമൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ തീ ഇടുന്നുണ്ട് കേട്ടോ. നല്ല ഒരു കാര്യമാണ്. പിന്നെ മുളച്ച് വരാതിരിക്കാൻ വളരെ നല്ലതാണ്. ഇതൊക്കെ ആനയുടെ കാൽപ്പാടാണ് കേട്ടോ. ഇന്ന് വെളുപ്പിനത്തെയോ ഇന്നലെ രാത്രിയിലത്തെയൊക്കെയാണ്. ഇതിലൊക്കെ ആന കയറി പോകുന്ന വഴികളൊക്കെയാണ്. ഇവിടെയൊക്കെ സ്ഥിരം ആന തമ്പടിക്കുന്നത് കേട്ടോ. ആന ഇറങ്ങുന്ന സമയമല്ലേ? അവിടെ അല്ലേ? ചേട്ടനൊക്കെ ഏത് ബ്ലോക്കിലുള്ള ചേട്ടനൊക്കെ? ഇവിടെ ഫാമിൽ തന്നെയുള്ള 10 പേരെങ്ങനെയാ? ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആന നേരിട്ട് വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നല്ലേ? അല്ലേ? അല്ലേ? ആ ഭാഗത്ത് വെള്ളം കുടിക്കാൻ വരുന്നുണ്ടല്ലേ? വരും. നിങ്ങൾ ഓടിച്ചാന്ന് ഈ മെഷീന് പേടിയൊന്നുമില്ല? ഇതിന്റെ ഒച്ച ഒച്ചയൊന്നും കാണില്ല. പടക്കം പൊട്ടിച്ചാലും കുറച്ചു നേരം അങ്ങ് നീങ്ങിപ്പോവും. പിന്നെ വരും അല്ലേ? പെട്ടുപോയാ പോയില്ലേ? പിന്നെ നമുക്ക് തുരത്തായി. അതെ. ഇനിയിപ്പോൾ ഇറങ്ങുന്ന സമയം ആയതുകൊണ്ട് നിർത്തി പോവാല്ലേ? ആന ഇറങ്ങുന്ന സമയം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പേരെങ്ങനെയായിരുന്നു? എത്ര ദിവസമായി ഇപ്പോൾ ഇവിടെ പണി തുടങ്ങിയിട്ട്? നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ച അല്ലേ? ഇവിടെ ഈ ഒരു 13-ാം ബ്ലോക്കിൽ ഓടച്ചാൽ എന്ന് പറയും. ഓടച്ചാൽ മാത്രം ഇതിനെ താന സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച പണിക്കാരുടെ മുന്നേ പെടുകയും ചെയ്തു. ആണല്ലേ? ഓടിച്ച്. ഓഹോ. നിങ്ങൾ ഏത് നിമിഷം ഇത് പ്രതീക്ഷ തന്നെയാവും? ഏത് നിമിഷം. കാരണം ആനയെ പ്രതീക്ഷ ഉണ്ടെന്ന് ഇതിനോട്. അതെ. ആനയുണ്ട്. രാവിലെ പോർച്ചുകാർ വന്ന് ഇത് ഓടിക്കുമോ? രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഓടിച്ചപ്പം പോർച്ചുകാർ വന്ന് അവരൊന്ന് ആനയെ ഓടിച്ച് പടക്കം പൊട്ടിച്ചതിന് ശേഷം പണി തുടങ്ങി. ഇതിൻ്റെ ഒച്ച കേട്ടാലും ആനയ്ക്ക് പേടിയില്ല? മെഷീൻ്റെ സൗണ്ട് കേട്ടാലും വലിയ പ്രശ്നമില്ല. വലിയ എഫക്റ്റ് ഇല്ലല്ലേ? ആന എന്തായാലും വരും. പടക്കം പൊട്ടിച്ചാലോ? പടക്കം പൊട്ടിച്ച് പോർച്ചുകാർ വരുമ്പോൾ മാത്രമേ ആന പോകുള്ളൂ. പടക്കം പൊട്ടിച്ചാൽ നിങ്ങൾ പൊട്ടിച്ചൊരു കാര്യമില്ല. ആനയ്ക്ക് അറിയാം പോർച്ചുകാർ? എനിക്കറിയാം. പോർച്ചുകാർ വന്നു കഴിഞ്ഞാൽ ഇത് കുറേ ആന ഉണ്ടാവും അല്ലേ? ഇന്നലെ തിങ്കളാഴ്ച കണ്ടത് വലിയൊരു കൊമ്പനായിരുന്നു. ആണല്ലേ? ഒറ്റയ്ക്കും വരുന്നുണ്ടല്ലേ? ഒറ്റയ്ക്കും വരുന്നുണ്ട്. ഇവിടെ രാത്രി സമയത്ത് പണ്ടൊക്കെ ഇവിടെ ആയിരുന്നല്ലേ ആന തമ്പടിച്ചോണ്ടിരുന്നത്? പകല്
എന്നിട്ട് പിന്നെ രാത്രിയാകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങും. രാത്രിയാകുമ്പോൾ അങ്ങോട്ട് കയറി. അതായത് കാട്ടിലേക്ക് പോകുന്നില്ലായിരുന്നു? ഇല്ല കാട്ടിൽ പോകേണ്ട കാര്യമില്ല. ഇവിടുന്ന് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് ദിവസം മേഖലയിലേക്ക് ഇറങ്ങാൻ ആൾക്കാർ താമസിക്കുന്ന ഭാഗത്തേക്ക്. അപ്പോൾ ഇത് തെളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന തമ്പടിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. തെളിഞ്ഞിട്ട് വേണ്ടി നമുക്ക് ഇതൊക്കെ നടന്നോണ്ട് സംസാരിക്കാം. ഏതായാലും നമ്മൾ ഇവർ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 5 മണി ആയി. ഇനിയിപ്പോൾ അധികം നേരം ഇവിടെ നിന്ന് റിസ്ക് ഉള്ള പരിപാടിയാണ്. പകൽ ഉച്ച കഴിഞ്ഞ ദിവസം ആന ഓടിച്ച് എത്ര മണിക്കാണ്? 3 മണിയായി ഇപ്പോൾ. അപ്പം ഏകദേശം സമയമായി. ആ ഭാഗത്ത് അതോ അതിലാണ് ഇറങ്ങിയത്. അതിലേ ഇറങ്ങിയെന്നല്ലേ? എന്നിട്ട് അങ്ങോട്ട് കയറിപ്പേ? അത് വന്ന് ഇറങ്ങി ഇവിടെ പണിക്കാരെന്നൊരു ഒരു ഓടി ഇങ്ങോട്ട് കയറി നേരെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. അന്ന് ഇത് ഇത്രയും വെട്ടിയിട്ടില്ലായിരുന്നു അല്ലേ? അല്ല ഇവിടെ അവർ പണിയുന്നുണ്ടെന്നല്ലോ. ഉള്ളേ ഇവിടെ പണിയുമ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ വിചാരിച്ചു ഇത്ര ഒച്ചയൊക്കെ കേൾക്കുമ്പോഴേ ഇല്ല മെഷീൻ്റെ സൗണ്ടൊന്നും അല്ല. ഞാൻ അതും വിചാരിച്ചു ഇത്ര നേരം ഇവിടെ ധൈര്യത്തോടെ ഇല്ല 15 മെഷീൻ ഉണ്ടായിട്ടും ആന ഇറങ്ങിയിട്ടുണ്ട്. 15 മെഷീൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടും ആന ഇറങ്ങിയിട്ടുണ്ട്. ആന ഇതുമായിട്ടൊക്കെ പരിചയം കേട്ടോ. പടക്കം പോലും ആനയ്ക്ക് പേടിയില്ല. ഇവർ പടക്കം പൊട്ടിച്ചിട്ടും കാര്യമില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ചാൽ മാത്രമേ ആന പോകുന്നുള്ളൂ. കാരണം ആനയ്ക്ക് വേറെ ആരെയും പേടിയില്ല. രാവിലെ എത്ര മണിയാകുമ്പോൾ തുടങ്ങും? രാവിലെ നമ്മൾ 9 മണിക്ക്. 9 മണിക്ക് അല്ലേ? വൈകിട്ട് 5 മണി വരെ. 5 മണിക്ക്. ഇതിപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 ദിവസമായി. ഇപ്പോൾ ചെയ്താൽ ഏറ്റവും പാടുള്ള സ്ഥലം ഇതാന്ന് തോന്നുന്നു. ബുദ്ധിമുട്ട് കയറിയ സ്ഥലമാണിത് അല്ലേ? ഇപ്പോൾ വെള്ളിയിലയുടെ ഞാൻ സ്ഥലം കണ്ടു. അന്ന് വന്ന അവിടെയൊക്കെ. പിന്നെ ഇപ്പം ഈ 10 അനീഷിൻ്റെ അവരുടെ ആ ഭാഗത്ത് ഇപ്പോൾ ആനശല്യം കൂടുതലായിട്ടുണ്ട്. അവിടെയൊക്കെ തെളിച്ചോ? അവിടെ ഒരു പകുതി ഭാഗം തെളിച്ചു. എന്നാലും ഇനി തെളിക്കാനുണ്ടല്ലേ? അപ്പോൾ ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തുടങ്ങേണ്ട. മൊത്തം എത്ര ആൾക്കാരെ ഇവിടെ പണിയെടുക്കുന്നത്? നമ്മളിപ്പോൾ ഇന്ന് 15, 12, 27 പേര്. 27 പേര്. ഈ കാണുന്നതൊക്കെ ഈ തൊഴിലാളികൾക്ക് ഇവരെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് വണ്ടി സൗകര്യം അറേഞ്ച് ചെയ്തിരിക്കുന്ന കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് വേറെ വണ്ടിയിൽ നിന്ന് വിളിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് ഓട്ടോറിക്ഷ വന്ന് കാത്തു നിൽക്കുന്നതാണ് ഇവർക്കൊക്കെ പോകാനായിട്ട്. അവിടെയും ഓട്ടോറിക്ഷ കിടക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മളെന്തായാലും ആ കാട് തെളിക്കുന്ന ആ ഒരു പരിപാടി അവർ ചെയ്യുന്നത് അത് എത്രത്തോളം റിസ്ക് എടുത്താണ് അത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ആ പ്രദേശത്ത് പോയത്. നമ്മൾ വെള്ളി ലീല എന്ന് പറയുന്ന 2 ആൾക്കാരെ കൊന്ന പ്രദേശമാണത്. അതിന് തൊട്ടിപ്പത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി അധികം നേരം ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റിയാൽ ഇപ്പോൾ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ ഞാനിവിടുന്ന് പോവുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ആളുകളെ ഓടിക്കുകയും കൂടെ ചെയ്തതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അധികം നേരം ഇവിടെ തുടരാനായിട്ട് പറ്റില്ല. ഏതായാലും നിങ്ങൾക്ക് ആ റിസ്ക്കും കാര്യങ്ങളും മനസ്സിലായാലും ആന സ്ഥിരമായിട്ട് തമ്പടിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ ആ പ്രദേശം മൊത്തം അവർ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇനി പല പ്രദേശങ്ങളും ഇതുപോലെ തന്നെ ക്ലിയർ ചെയ്യാനുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അതൊക്കെ കുറച്ച് ഗുണമാവും എന്ന് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് കേട്ടോ. ആനകൾ തമ്പടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം